ഓരോ ദിവസവും നമ്മൾ ആ ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക, ഒന്ന് ഓർക്കുക. അതിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്, കിടക്കേണ്ടവരാണ്, ഒറ്റപ്പെട്ട് കിടക്കേണ്ടവരാണ്. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടതാണ്, പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിലെ 4 വർഷം മുമ്പ് മരണപ്പെട്ട ഖബർ പൊളിക്കുകയുണ്ടായി. കുറെ ഖബറുകളൊക്കെ പൊളിച്ചു. 4 വർഷം മുമ്പ് പൊളിച്ച ഏകദേശം 100, 200, 300 ഖബറെന്തോ പൊളിച്ചു. അതിൽ 140 ഖബറിൽ ഒരു പോറൽ പോലുമില്ല, ഒരു ന്യൂനത പോലുമില്ല, ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇന്ന് അടക്കം ചെയ്തതുപോലെ ആ ഖബറാളികളെ നമുക്ക് വളരെ വ്യക്തമായി ദൃഷ്ടാന്തമാണ്, വളരെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. അതേപോലെ തന്നെ 4 വർഷം പഴക്കമുള്ള ഖബറുകൾ അറബികൾ തന്നെ, സൗദി പണ്ഡിതന്മാര് തന്നെ എഴുതണമെങ്കിൽ ആലോചിച്ച് നോക്കണം. അപ്പോൾ സൗദി പണ്ഡിതന്മാര് തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ഖബറുകളിൽ അള്ളാഹു സുരക്ഷ ഏർപ്പെടുത്തും എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് നമുക്ക് നേരിൽ അള്ളാഹു കാണിച്ചു തന്നിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് മനസ്സിലാകാത്ത നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ആലമ്പാടിയിൽ സൂചിപ്പിക്കുകയുണ്ടായി ഖബർ സ്പർശിക്കാത്ത മയ്യത്തുകളെ കുറിച്ചൊക്കെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഒരു ഇടത്താവളമാണ് ആഖിറവും ദുനിയാവിന്റെയും ഒരു ഇടത്താവളമാണ് ബർസഖിയായ ജീവിതം, ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ആ ജീവിതം. ആലമുൽ അർഹാം, ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അർഹാമിലേക്ക് വന്നു. അതുമ്മാന്റെ ഗർഭപാത്രമാണ്. ആലമുൽ അർഹാമിൽ നിന്ന് ആലമുൽ മുഷാഹദ എന്ന് പറയുന്ന ദുനിയാവിലേക്ക് വന്നു. നമ്മളിപ്പോൾ ആലമുൽ മുഷാഹദയിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനി 2 നാട് കൂടെ ഉണ്ട്. അതിൽ ഒരു നാടാണ് ആലമുൽ ബർസഖ്, ഖബറിന്റെ ജീവിതം. ഹത്താ ഇദാ ജാഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ ومن ورائهم برزخ ومن ورائهم برزخ إلى يوم يبعثون. الله سبحانه وتعالى ഖുർആനിൽ പറഞ്ഞ വാക്കാണ് ബർസഖിയായ ജീവിതം. ബർസഖിലേക്ക് ومن ورائهم برزخ إلى يوم يبعثون. ഒരാൾക്ക് മരണം ആസന്നമാകുന്ന സമയത്ത്, ആ സന്ദർഭത്തിൽ ആ മാലാഖമാരുടെ മലക്കുൽ മൗത്തിന്റെ രൂപം കാണുമ്പോ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവൻ വിലപിക്കുമത്രേ, അവൻ പൊട്ടിത്തെറിക്കുമത്രേ. അല്ലാഹുവേ, എന്റെ ഭൂതകാല ജീവിതം മുഴുവനും ഞാൻ നശിപ്പിച്ചു കളഞ്ഞു നാഥാ. അല്ലാഹുവേ, ഒരല്പസമയം നീ എനിക്ക് നൽകി എന്നെ നീ സഹായിക്കുമോ നാഥാ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. എന്റെ 50 വർഷ കാലയളവിൽ, 40 വർഷ കാലയളവിൽ, 18 വർഷ കാലയളവിൽ ഞാൻ നശിപ്പിച്ചു കളഞ്ഞ, തകർത്ത് കളഞ്ഞ എന്റെ യൗവനം, എന്റെ ജീവിതത്തിന്റെ എല്ലാ ഓജസ്സുകളും തേജസ്സുകളും അല്ലാഹ് എനിക്ക് നീ മടക്കി തന്നാൽ ലഅല്ലി അഅമലു സാലിഹാ, ഇനിമേലിൽ ഞാൻ തിന്മ ചെയ്യില്ല നാഥാ, കളവ് പറയില്ല നാഥാ, ഞാൻ അഹങ്കരിക്കുകയില്ല അല്ലാ, ഞാൻ മോഷ്ടിക്കുകയില്ല അല്ലാ, ഞാൻ കലാപത്തിന് കൂട്ടുനിൽക്കില്ല പടച്ചവനെ, ആരെയും അസഭ്യവർഷം കൊണ്ട് ഞാൻ സ്വീകരിക്കില്ല അല്ലാ, ഞാൻ ആരെയും തെറി പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുകയില്ല റബ്ബേ. ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു. ഒരല്പസമയത്തിന് വേണ്ടി മനുഷ്യൻ ഖേദിക്കുകയാണ്, കേണപേക്ഷിക്കുകയാണ്, യാചിക്കുകയാ. ആ യാചന കേട്ടിട്ട് അല്ലാഹുവിന്റെ മറുപടി എന്താണ്? കല്ലാ, സാധ്യമല്ല, സമയമെല്ലാം കഴിഞ്ഞു, ഇനി നിനക്കുള്ള സമയം എവിടെയാണ്? وَمِنْ وَرَائِهِمْ بَرْزَخٌ إِلَى يَوْمِ يُبْعَثُونَ. ഇനി
ഖിയാമത്ത് നാൾ വരെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ നീ പോയി കിടക്കേണ്ട സ്ഥലം ബർസഖാണ്, ആലമുൽ ബർസഖ്, ഖബറിലാണ്. അവിടെയാണ് നീ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിലവിളിച്ചിട്ട് കാര്യമില്ല. നിന്റെ സമയം കഴിഞ്ഞു. നിന്റെ കൗണ്ടർ ക്ലോസ് ചെയ്തു. ഇനി അത് തുറക്കുകയില്ല. ഇനി നിനക്കുള്ള സ്ഥലം, സമയം, സങ്കേതം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ ബർസഖിയായ ജീവിതമാണ്, ഖബറിന്റെ ജീവിതത്തിലാണ്. അതാണ് മണ്ണറ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട പേര് ബർസഖ് എന്ന ജീവിതമാണ്. അവന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുമ്പോ അവന്റെ റൂഹിനെ മടക്കുകയാ. അവന്റെ റൂഹിനെ മടക്കപ്പെടുമ്പോൾ അവനെല്ലാം കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. അല്ലാഹുവേ, ഇന്നലെ ഞാൻ ഏതൊരു കാലത്തിലും ഏതൊരു ജീവിതത്തിലും ഏതൊരു കോലത്തിലുമായിരുന്നോ നാദാ, ഇന്ന് ഞാൻ ഒറ്റപ്പെട്ട ജീവിതത്തിലാണ്, മണ്ണറയിലാണല്ലാ. ആരും എനിക്ക് തുണയില്ല റബ്ബേ, ആരും എനിക്ക് തണലില്ല റബ്ബേ, ആരും എന്നെ സഹായിക്കാനില്ല റബ്ബേ. ഈ ഖബറിന്റെ ജീവിതത്തിൽ, ഈ മണ്ണറയിൽ, ഈ മണ്ണും ഞാനും മാത്രമാണ് അല്ലാ. അവിടെയാണ് നമുക്ക് രക്ഷ വേണ്ടത്, അവിടെയാണ് നമുക്ക് സഹായം വേണ്ടത്, അവിടെയാണ് നമ്മൾ എല്ലാവരും ഇനി താമസിക്കാൻ പോകുന്നത്. ഖിയാമത്ത് നാൾ വരെ ആ മണ്ണറയിലാണ് നമ്മൾ താമസിക്കേണ്ടത്. ആ മണ്ണറയിൽ കിടന്നേ പറ്റൂ, ഒരു രക്ഷയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവെക്കുമ്പോൾ നമ്മുടെ റൂഹിനെ മടക്കുമെന്നാണ്. തുആദു റൂഹുഹു. റൂഹിനെ പിടിച്ച് രണ്ട് സ്ഥലത്താ കൊണ്ടുപോകുന്ന, ഒന്ന് ഇല്ലിയൂൻ, ഒന്ന് സിജ്ജീൻ. ഒന്ന് ഇല്ലിയീൻ, ഒന്ന് സിജ്ജീൻ, രണ്ട് സ്ഥലമാണ്. അല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ وظن أنه الفراق والتفت الساق بالساق. ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയത്ത് അവന്റെ റൂഹിതാ പിടയ്ക്കുകയാണ്, റൂഹിനെ പിടിക്കപ്പെടാൻ പോവുകയാണ്. നേരിട്ട് മലക്കുൽ മൗത്തിനെയും പരിവാരങ്ങളെയും അവൻ കാണുകയാണ്. ആ സമയത്ത് അവൻ പിടച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, ഞാനിപ്പോൾ മരണപ്പെടുക തന്നെ ചെയ്യും, ഞാനിപ്പോൾ നശിക്കുക തന്നെ ചെയ്യും. വളന്ന അന്നഹുൽ ഫിറാഖ്. അവൻ തന്നെ പറയാണ്, എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോ പെട്ടെന്ന് പറയും, ഞാൻ ഇപ്പം മരിക്കും, ഞാൻ ഇപ്പം മരിക്കും അല്ലാ, ഞാൻ ഇപ്പം മരിക്കും അല്ലാ. വളന്ന, അവൻ അങ്ങനെ തന്നെ അവൻ തീരുമാനിച്ചു. അന്നഹുൽ ഫിറാഖ്. കൈയും കാലും ഒക്കെ കൂട്ടി ഇളക്കുകയാണ്, ആ മരണവെപ്രാളം. യാചിക്കാണ് അല്ലാഹുവോട്, അല്പസമയം കൂടെ തരുവോ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഔലാ ലക ഫൗലാ സുമ്മ ഔലാ ലക ഫൗലാ. നിനക്ക് ഏറ്റവും അർഹപ്പെട്ട ശിക്ഷ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഏറ്റവും അർഹതപ്പെട്ട തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷയില്ല, ഇനി രക്ഷയില്ല. നിന്നെ ഇനി ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേകമായ ഒരു ഭവനത്തിലേക്കാണ്. ആ വീടിന്റെ പേരാണ് മണ്ണറ. ആ മണ്ണറയെ നോക്കിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കരയുകയും ഓർക്കുകയും അതിൽ നിന്ന് കാവൽ തേടുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഓർമ്മയില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ല. എത്ര ഖബറിനെ കുറിച്ച് കേട്ടാലും, എത്ര ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് കേട്ടാലും നമുക്ക് യാതൊരു ഭയവുമില്ല, കൂസലുമില്ല. നമ്മുടെ അഹങ്കാരത്തിനും നമ്മുടെ തമ്മാടിത്തരത്തിനും യാതൊരു കുറവുമില്ല. ആർക്കവിടെ പേടി? ഒരു കുറവില്ല, ആർക്കും ഒരു പേടിയില്ല. ഇച്ചിരി ഡിലേയോട് ഇട്ടുകൂടെ അനിവ. അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ ഖബറിനകത്ത് പോകും. ആ ഖബർ മുതൽ ഇനി നമ്മൾ മഹ്ശറിലേക്ക് പോകും. അപ്പൊ ഖബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? ഖബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? എല്ലാവരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകും ലാസ്റ്റ്. പിന്നെ നമ്മുടെ ഖബറിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇന്ന് പോകുന്ന പറഞ്ഞ് പോയില്ല, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ മയ്യിത ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫീ ഖബ്രി
ഒരു ദാസന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞ് എല്ലാവരും ആ ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ ഇന്നഹു ലയസ്മഉ ഖഫഖനിയാലിഹിം, ആ നടന്നു പോകുന്ന പാദത്തിന്റെ ചുവട്ടടികൾ, ആ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും ആ ഖബറാളി കേൾക്കുമത്രേ. മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കെല്ലാം കൊണ്ട് അടക്കി മണ്ണിട്ട് മൂടിയിട്ട് പോയാല് ഇനി ഒന്നും അറിയില്ലപ്പാ, ആരും ഒന്നും അറിയില്ല എന്നാണ് ഞാൻ നിങ്ങൾ ധരിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല. ആരാണ് മയ്യത്തിന്റെ അരികിൽ വന്ന് നിൽക്കുന്നതെന്ന് മയ്യത്തിനറിയാം. ആരാണ് ഈ മയ്യത്ത് ചുമക്കുന്നതെന്ന് മയ്യത്തിനറിയാം. ആരാണ് ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് മയ്യത്തിനറിയാം. നബീന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഇന്നൽ മയ്യിത യഅരിഫു മൻ യഹ്മിലുഹു വമൻ യുഗ്സിൽഹു വമൻ യുദല്ലിഹി ഫീ ഖബരിഹി. ആരാണോ ഈ മയ്യത്തിനെ ചുമക്കുന്നത്, ആരാണോ ഈ മയ്യത്തിനെ പൊതിയുന്നത്, ആരാണോ ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്നത്, ആരാണോ ഈ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്, അവരെയും ഈ മയ്യത്ത് അറിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയോ, നമ്മുടെ സുഹൃത്താണ് ഈ മയ്യത്തിറക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ്, ഇന്ന ഇച്ചാണ് ഈ മയ്യത്തിറക്കി വെക്കുന്നതൊക്കെ മയ്യത്തിനറിയാം. മയ്യത്തിനറിയാൻ കഴിയും, പക്ഷെ അത് പ്രതികരിക്കാൻ പറ്റൂല എന്നുള്ളതേ ഉള്ളൂ. മയ്യത്ത് ഇതെല്ലാം മനസ്സിലാക്കും. ബദറില് ചത്തുകിടക്കുന്ന അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, അവരെ എല്ലാവരെയും ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് തള്ളുകയാണ്. അവരെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് തള്ളി. ആ മൃത ശരീരത്തിന്റെ അരികിലേക്ക് നബിയും സഹാബത്തും കടന്നു പോവുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ മൃത ശരീരത്തിന്റെ അരികിൽ നിന്നിട്ട് വിളിച്ചു പറയുകയാ, യാ അബാ ജഹൽ ഇബ്നു ഹിശാം, യാ ഉത്ബത ഇബ്നു റബിയ, യാ ശൈബത ഇബ്നു റബിയ, ഹൽ വജദതും മാ വഅദ റബ്ബുകും ഹഖാ, ഇന്നി വജദതു മാ വഅദനി അല്ലാഹു ഹഖാ. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏ ഹിശാമിന്റെ മകൻ അബൂജഹലേ, ഏ റബിയയുടെ മകൻ ഉത്ബത്തേ, റബിയയുടെ മകൻ ശൈബത്തേ, നീയും നിന്റെ റബ്ബും അല്ലാഹുവും റസൂലും പറഞ്ഞത് നീ മനസ്സിലാക്കിയില്ലേ, കരസ്ഥമാക്കിയില്ലേ? എന്റെ റബ്ബ് എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയിരിക്കുകയാ. മഹാനായ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ മൃത ശരീരങ്ങളോട് സംസാരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് അടക്കമുള്ള സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഹൽ തുകല്ലിമു അജ്സാദൻ ലാ അർവാഹ ഫിഹാ, നബിയേ റൂഹില്ലാത്ത ജസദിനോടാണോ അങ്ങ് സംസാരിക്കുന്നത് നബിയേ? ഹൽ യസ്മഊന യാ റസൂലല്ലാഹ്, അവര് കേൾക്കുമോ നബിയേ? അവർ കേൾക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അൻതും ബിഅസ്മാ മാ ഖൂൽ, നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ കേൾക്കുകയില്ല സഹാബ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഈ മയ്യത്തും കേൾക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? മയ്യത്ത് കേൾക്കും, അതുകൊണ്ടാണ് കുഴപ്പമില്ല നിലവിളിച്ച് പൊട്ടിക്കരയരുതെന്നൊക്കെ പറയുന്നത്. നമ്മുടെയൊക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ നിലവിളിച്ചിട്ട് പൊട്ടിക്കരയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതൊക്കെ തന്നെയാണ്. കൂടുതൽ കിടന്ന് കരയാൻ പാടില്ല, കരയണം, റഹ്മത്തിന്റെ കണ്ണുനീര് വേണമല്ലോ, കരയണം. പക്ഷേ ആ മയ്യത്തിനെ ശിക്ഷിക്കപ്പെടുന്ന നിലയിൽ കരയാൻ പാടില്ല. ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ കരയും. ആ സമയത്ത് ഖബറിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുമെന്നാണ് ഹദീസിൽ കാണാം. ഒരു ഹദീസിൽ കാണാം, ഒരു വ്യക്തിയെ ഖബറിൽ കൊണ്ടടക്കി. ആ വ്യക്തി നാട്ടിൽ ഒരുപാട് നന്മ ചെയ്ത വ്യക്തിയായിരുന്നു, ഈ നാടിന്റെ ഒരു നേതാവായിരുന്നു. ആളുകളെല്ലാവരും വിളിക്കാൻ തുടങ്ങി, വാ സയ്യിദാ വാ ഷരീഫാ വാ സയ്യിദാ വാ അമീറാ. ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ അമീറെ, ഞങ്ങളുടെ അനിഷേധ്യ നേതാവേ, ഞങ്ങളുടെ എല്ലാമല്ല, ഞങ്ങൾ നിന്ന് വിട്ടുപിരിഞ്ഞു പോയല്ലോ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയല്ലോ, നിലവിളിക്കുകയാണ്. ഉടനെ മലക്കുകൾ ആ ഖബറാളിയോട് ചോദിക്കുകയാണ്,
അന്ത സയ്യിദുൻ ഫിദ്ദുനിയാ വഅമീറുൻ ഫിദ്ദുനിയാ, നീ ദുനിയാവിൽ നേതാവായിരുന്നു അല്ലേ, നീ ദുനിയാവിൽ ജനങ്ങളുടെ രക്ഷാ കവാടമായിരുന്നില്ലേ, ആ ജനങ്ങൾ നിന്റെ ഈ പേര് കൊണ്ടാണ് അവർ വിളിക്കുന്നത്. ആ വിളിയുടെ പേരിൽ മാലാഖമാർ ഈ മയ്യത്തിനെ ശിക്ഷിക്കുമത്രേ. ആ സന്ദർഭം ആ മയ്യത്ത് പറയുമത്രേ, യാ വൈലഹും ഹാലാ വൈലഹും യസ്കുതൂൻ, അവരൊന്നും മിണ്ടാതിരുന്നെങ്കിൽ, അവരൊന്നും നിശബ്ദരായിരുന്നെങ്കിൽ അല്ലാഹുവേ എനിക്കല്പം സമാശ്വാസമുണ്ടാകുമായിരുന്നു. എനിക്ക് ഇത്തിരി സന്തോഷമായി, അവരൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതിയാണ്. എന്തിനായി നിലവിളിക്കുന്നത്, എന്തിനീ നിലവിളിക്കുന്നത്? അങ്ങനെ നിലവിളിച്ച് കരയുമ്പോ എനിക്ക് ഖബറിൽ ശിക്ഷയാണ്, എനിക്ക് ഖബറിൽ ശിക്ഷയാണ്. അതുകൊണ്ടാണ് നിലവിളിക്കുന്നത്. നിർത്ത്. ആ നിലവിളി കേൾക്കുമ്പോൾ മലക്കുകൾ പോലും അവരെ വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല, അങ്ങനെ പൊട്ടിക്കരയാൻ പാടില്ല. കരയണ റഹ്മത്തിന്റെ കണ്ണുനീർ, റഹ്മത്തിന്റെ കണ്ണുനീർ വേണം. പക്ഷെ അതല്ലാതുള്ള നിലവിളി അത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് ഹബീബന റസൂലുള്ളാഹി തങ്ങളെ കയ്യിലെടുത്ത് വെച്ച് ഫഖബ്ബലഹു വശമ്മഹു, നബിയുന റസൂലുള്ളാഹി തങ്ങളെ ചുംബിക്കുകയാണ്, ഉമ്മ വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫജഅലത ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദർഫാൻ, ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് ഇറനണിയുകയാണ്, കണ്ണിൽ നിന്ന് ധാരധാരയായി നീര് ഒഴുകുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സദസ്സിലുണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കരയുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, വഅന്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് കരയുകയാണോ ഹബീബേ? കൊച്ചു കുഞ്ഞ് മരണപ്പെട്ടു പോയി. 70 ദിവസം മാത്രം പ്രായമുള്ള ഇബ്രാഹിം എന്ന പൊന്നുമോൻ മരണപ്പെട്ടു പോയി. നബിതങ്ങളുടെ കൈവെള്ളയിലിരിക്കാൻ നബിതങ്ങൾ കരയുന്നു. കരച്ചിൽ കണ്ടപ്പോൾ സ്വഹാബത്തിൽ അത്ഭുതം. അങ്ങനെ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നബിതങ്ങൾ കരയാണല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, യബ്ന ഔഫ് ഇന്നഹാ റഹ്മാ, ഏ ഔഫിന്റെ മകനെ ഇത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന തദ്മഉ വല്ലാഹി ഇന്നാ ലാ നഖൂൽ മാ യുർളി റബ്ബുനാ വ ഇന്നി ബിഫിറാഖിക ലമഹ്സൂനൂൻ യാ ഇബ്രാഹിം, മോനെ ഇബ്രാഹിമേ, നിന്റെ ഉപ്പാന്റെ കണ്ണുനീര് ഒഴുകുകയാണ്, നിന്റെ ഉപ്പാന്റെ ഹൃദയം തുടിക്കുകയാണ്. പക്ഷേ അള്ളാഹ്ക്ക് നിരക്കാത്തതും അവൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരു വാക്കുപോലും നിന്റെ ഉപ്പാന്റെ നാവിൽ നിന്ന് വരികയില്ല. പക്ഷേ മകനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഈ ഉപ്പ ദുഃഖിക്കുകയാണ്. ദുഃഖം വേണം, പ്രയാസം വേണം. അതുകൊണ്ടാണ് ഈ 3 ദിവസം വരെയൊക്കെ നമ്മൾ ദുഃഖത്തിന് പങ്കാളികളാകണമെന്ന് പറയുന്നത്. 3 ദിവസം വരെ ആ വീട്ടിൽ പോയിട്ട് നമ്മൾ അവരെ സമാശ്വസിപ്പിക്കണം, മരണപ്പെട്ട ആളുകളുടെ കുടുംബക്കാരെ സമാശ്വസിപ്പിക്കണം. അതിനാണ് ഈ 3 ദിവസം നമ്മൾ തഅസിയത്ത് എന്നൊക്കെ പറയുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഖബറിൽ അതിന്റെ ശിക്ഷകൾ ഉണ്ടാകും. അതുകൊണ്ട് ഖബറാളി കേൾക്കും. നമ്മൾ ഈ കരയുന്നത്, നിലവിളിക്കുന്നത്, ബളുണ്ടാക്കുന്നത് ഖബറാളി കേൾക്കും. അതുകൊണ്ട് ഖബറാളിക്ക് അതൊരു ശിക്ഷയാവും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നിലവിളിച്ച് കരയരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് എല്ലാവരും ആ ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങി പോകുന്ന സമയത്ത് ആ ഖബറാളി കേൾക്കുമത്രേ, നമ്മുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേൾക്കുമത്രേ. കേൾക്കും. കാറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, മൈക്ക് കുറവ് വരരുത് കേട്ടോ. അല്ല, കാറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, മൈക്ക് കുഴപ്പം വരണ്ട കേട്ടോ. നീ വാ, ഭാഗത്തേക്ക് വെക്കണ്ട, കുഴപ്പമില്ല. നീ വെച്ചത് നല്ല ഉഷാറാട്ടോ, സൗണ്ട് കേൾക്കല്ലേ, മൈക്ക് സൗണ്ട് കേൾക്കാതെ കുറച്ചുകൂടി മാറ്റി, കുഴപ്പമില്ല. കുറച്ച് വേർത്താലും കുഴപ്പമില്ല, 1 മണിക്കൂർ കൊണ്ട് നിർത്താമല്ലോ നമുക്ക്. 10 മണിയായി. സമയം നോക്കാതെ പ്രസംഗിച്ചാൽ ചിലപ്പം പെട്ടെന്ന് കൂടുതലായി പോകും. പിന്നെ അതിന്റെ GST എല്ലാം അടയ്ക്കാൻ നിൽക്കണ്ടേ, മാർച്ച് ലാസ്റ്റാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഖബർ അടക്കിയിട്ട് നമ്മൾ മടങ്ങി പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആള് കേൾക്കും, എല്ലാരും പോവാണില്ലേ, നിങ്ങളൊക്കെ പോവാണോ മക്കളെ, എന്നെ വിട്ടിട്ട് പോവാണോ? അല്ലാഹ്, ഖബറാളി ആ സമയത്ത്
ചിന്തിക്കുന്ന രംഗാണെന്ന് ആലോചിച്ചു. എല്ലാവരും വിട്ടുപോവുകയാണ്. തീർന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരാളുമായിട്ടുള്ള ബന്ധം. കൊണ്ടുപോയി ഇട്ടു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ഒരു പിടി മണ്ണെടുത്തിട്ട് ധൃതി പിടിച്ച് കബറിലേക്ക് മണ്ണ് വാരിയിടരുത് കേട്ടോ. ധൃതി പിടിച്ച് മണ്ണ് വാരിടരുത്. ഒരു പിടി 2 പിടി മണ്ണിങ്ങനെ എടുത്തിട്ട് മിൻഹാ ഖലഖനാകും, അല്ലാഹ് ഇതിൽ നിന്നാണ് നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത്. ഫീഹാ നുഈദുകും, ഇതിലേക്കാണ് നിങ്ങളെ മടക്കുന്നത്. അതാണ് മണ്ണറ, ഇതിലേക്കാണ് മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. അതോടുകൂടി അവിടെ കിടക്കൂല എന്നർത്ഥം. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ അല്ലാഹു അറിയിക്കുന്നത്. വനുഫിഖ ഫിസൂർ ഫൈദാ ഹും മിനൽ അജ്ദാദ് ഇലാ റബ്ബിഹിം യാസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ الرحمن وصدق المرسلون. പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുമ്പോ ഈ ആയത്ത് നിങ്ങളുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരണമേ. കബറാളികളെ, കബറാളികളെ, കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വിളിയാളമാണ്. ആരാണ് ഞങ്ങളുടെ ഉറക്കം കെടുത്തിയത്? ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങളുടെ വിശ്രമത്തിന് തടസ്സം നിന്നതാരാ? ഉറങ്ങണ്ട, ഉറങ്ങണ്ട, അതിനുള്ള സമയമല്ല ഇത്. എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഇനി നിങ്ങൾ പോകേണ്ടത് ഒരു വല്ലാത്ത സമ്മേളന നഗരിയിലാണ്. സകലമാന ജനങ്ങളെയും സമസ്ത മണ്ഡലങ്ങളെയും സകലമാന മനുഷ്യ മക്കളെയും ജീവികളെയും പക്ഷിപർവാദികളെയും ഭൂതങ്ങളെയും എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസമാണ് ആ സൂറന്ന കാഹളത്തിലെ ഊത്ത്. എല്ലാവരെയും യാ അല്ലാഹ്. ونفخ في الصور فجمعناهم جمعا. എല്ലാവരെയും മൊത്തമായി നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ സൂറന്ന കാഹളത്തിലെ ഊത്തൂതപ്പെടുമ്പോഴാണ്. എല്ലാവരെയും നേരെ കൊണ്ടുപോവാണ്. കബറിൽ കിടന്നു നോക്കാം. മതി, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. അപ്പൊ കബറിൽ കൂടുതൽ നാൾ കിടക്കാൻ പറ്റൂല. അപ്പൊ കബറിൽ കിടക്കുന്ന സമയം സന്തോഷമായിട്ട് നമ്മൾ കിടക്കണം. കബറിൽ കിടക്കുന്ന സമയം സന്തോഷമായിട്ട് കിടക്കണം. ആ സന്തോഷമായിട്ട് കിടക്കാനുള്ള കർമ്മങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞു വന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാളുടെ മയ്യത്തിൽ നിന്ന്, കബറിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഫൈൻ കാന മുഅ്മിനാ, അവനൊരു സാലിഹായ മനുഷ്യനാണെങ്കിൽ നമസ്കാരം അവനെ സഹായിക്കാൻ കബറിലേക്ക് വരുമത്രേ. ഫസ്സലാത്തു ഇൻദ റഅസിഹി ഫൗഖ റഅസിഹി, നമസ്കാരം അവന്റെ തലയ്ക്ക് മീതെ നിൽക്കുമത്രേ. സ്വാലിഹായ മനുഷ്യന്റെ മയ്യത്ത് കബറിൽ കൊണ്ടുവച്ചാൽ എല്ലാവരും മടങ്ങിപ്പോകുമ്പോ അവന്റെ കബറിൽ തണല് പോലെ നിൽക്കുന്നത് നമസ്കാരം. തണല് പോലെ നിൽക്കുന്നത് നമസ്കാരം. വസിയാമു അൻ യമീനിഹി, അവന്റെ വലതുഭാഗത്ത് അവൻ പിടിച്ച, അവൻ അനുഷ്ഠിച്ച നോമ്പുകളാണ്. വെറുതെയല്ല നോമ്പെടുക്കുന്നത്, വെറുതെയല്ല സുന്നത്ത് നോമ്പെടുക്കുന്നത്. നമ്മുടെ ഓരോ നോമ്പും അത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ അവന്റെ മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോ അവന്റെ വലതുഭാഗത്ത് ആ നോമ്പുകളെല്ലാം വന്നു നിൽക്കുമത്രേ. വസ്സകാത്തു അൻ യസാരിഹി, സാമ്പത്തികമായ സ്രോതസ്സുള്ളവരെ, സാമ്പത്തിക
സാമ്പത്തികമായി കഴിവുള്ളവരെ, നിന്റെ കണക്കുകൾ എടുത്തിട്ട് ഒരു വർഷത്തിൽ സകലമാന നിന്റെ ചെലവുകളും കഴിഞ്ഞതിന് ശേഷം പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്ത് എന്ന് പറയുന്ന ആ ധർമ്മമൂല്യമുണ്ടല്ലോ, അത് നീ കൊടുക്കണേ, അത് നീ പിടിച്ചു വെക്കരുത്. 1 കോടി രൂപയുടെ ആസ്തിയാണ് അവന് മിച്ചമായത്, ബാക്കിയായതെങ്കിൽ അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ പാവപ്പെട്ടവന്റെ കണ്ണുനീരാണ്, അത് സാധുക്കളുടെ കണ്ണുനീരാണ്, അത് പട്ടിണി പാവങ്ങൾക്ക് അരി വാങ്ങാനുള്ളതാണ്, അവർക്ക് പഞ്ചസാര വാങ്ങാനുള്ളതാ. അത് സമ്പന്നന്മാരുടെ ഔദാര്യമല്ല, ഔദാര്യമല്ല. സമ്പന്നന്മാർ അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത് പിച്ചച്ചട്ടിയിലേക്ക് വലിച്ചെറിയുന്ന ഔദാര്യമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, അവകാശമാണ്. സാമ്പത്തികമായി കഴിവുള്ളവൻ സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുമ്പോ 1000-ഉം 10,000-ഉം സ്ക്വയർ ഫീറ്റിന്റെ മണിമാളികകൾ വെച്ചുകൊണ്ട് ഭൂമിയിൽ സ്വർഗം പണിത് ജീവിക്കുന്ന ഈ ഉമ്മത്തിന്റെ സമുദായമേ, നിന്റെ സമുദായത്തിൽപ്പെട്ട എത്രയോ കുരുന്നുകളാണ്, എത്രയോ വിധവകളാണ്, എത്രയോ അനാഥകളാണ്, എത്രയോ ആലംബഹീനരാണ്, എത്രയോ അവശരാണ്. ഒരു വീട് പോലും ഇല്ലാതെ ഒരു ചറ്റക്കുടൽ കൊണ്ട്, പ്ലാസ്റ്റിക്കിന്റെ മറ കൊണ്ട് 3 പെണ്ണും 4 പെണ്ണും ഒരു ഉമ്മയും ഒരു ഉപ്പയും കിടന്നുറങ്ങുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടല്ലേ 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിതിട്ട് അവിടെയും നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ പടുത്തുയർത്തിയിട്ട് അതിൽ നിങ്ങൾ നീന്തി തുടിക്കാൻ നാണമില്ലേ, നാണമില്ലേ? ഈ പാവപ്പെട്ട മക്കളുടെ കണ്ണുനീരിലാണ് നിങ്ങളുടെ മക്കൾ നീന്തി കുളിക്കുന്നതെന്ന കാര്യം മറന്നു പോകണ്ട. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുശ്രികീൻ അല്ലദീന ലാ യുഅതൂന സകാ വഹും ബിൽ ആഖിറതി കാഫിറൂൻ. സാമ്പത്തികമായി സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്ന സമ്പന്നവർഗമേ, പാവപ്പെട്ടവന്റെ കണ്ണുനീരപ്പാതെ, അവന്റെ പട്ടിണി മാറ്റാതെ, അവന്റെ ദുഃഖമകറ്റാതെ, അവന്റെ പ്രയാസം മാറ്റാതെ, മൃഷ്ടാന ഭോജനം നടത്തി വള്ള വീർപ്പിച്ചുകൊണ്ട് സുഖലോലുപനായി നീ കഴിഞ്ഞുകൂടിയാൽ നിന്റെ സമ്പത്തിന്റെ സക്കാത്ത് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാതിരുന്നാൽ നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്ക്, നീ മുസ്ലിമല്ല, മുസ്ലിമല്ല. വൈലുൽ ലിൽ മുശ്രികീൻ, നീ മുശ്രിക്കാണടോ, നീ മുശ്രിക്കാണടോ, മുശ്രിക്കാണടോ. എന്തേ കാരണം? അല്ലദീന ലാ യുതൂന സക്കാ, പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ച് നീ തിന്നവനാണ്. നിന്റെ മയ്യത്തിന് ഖബറിൽ ശാന്തിയില്ല, സമാധാനമില്ല. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് മുശ്രിക്കൻ, മുസ്ലിം എന്നല്ല. നമ്മൾ പിന്നെ ഭാഗ്യത്തിൽ കൊണ്ടുവന്ന് മയ്യത്തൊക്കെ നിസ്കരിപ്പിക്കും. വാ ഖബറിലേക്ക് വാ, അപ്പൊ കാണാം ആരാണ് നല്ലവൻ, ആരാണ് മുസ്ലിം, ആരാണ് മുശ്രിക് കാണാം. സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല കഴിവുണ്ട്. നിന്റെ സമ്പത്ത് സക്കാത്ത് വർഷത്തിൽ ഒരു വർഷം, ഇപ്പൊ ഇൻകം ടാക്സുകാരെ, സെയിൽ ടാക്സുകാരെയൊക്കെ പേടിച്ചിട്ട് മാർച്ച് 31-നുള്ളിൽ ഓടുകയല്ലേ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട്, ഓടുകയല്ലേ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. ഏതെല്ലാം കള്ളക്കണക്കുകളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഒക്കെ അടച്ചു തീർത്തിട്ട് തടി സലാമത്താക്കുന്നു. ഇത് ദുനിയാവിൽ പോലീസിനെ പേടിച്ചിട്ട്, സർക്കാരിനെ പേടിച്ചിട്ട്. പക്ഷെ ഇവരെക്കാളെല്ലാം പേടിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അത് മണ്ണറയാണ്. അവിടെ ഓടാനൊന്നും പറ്റൂല. അവിടെ ഒരു CIയും ചാരിറ്റബിൾ അക്കൗണ്ട് ഒന്നും പറയുന്നില്ല, ചാർട്ട് അക്കൗണ്ട് ഒന്നും പറയുകയൊന്നുമില്ല. അവിടെ ഒന്നും ആരെ സഹായിക്കാൻ ഒരു പോലീസുകാരനോ ഒരു ഇൻകം ടാക്സിന്റെ ഓഫീസറോ ഒന്നും വരൂല. അവിടെ കൈക്കൂലിക്കൊന്നും ഒരു വിലയില്ല, അവിടെ കൈക്കൂലി ഇല്ല, മുണ്ടാൻ പറ്റൂല. അതിനുള്ള പരിഹാരം നിന്റെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമായ 2.5% കൊടുത്തിട്ട് നീ സൂയിക്ക്. 2.5% കൊടുത്തിട്ട് നീ സൂയിക്ക്. വലിയ ഹദീസും വലിയ ആയത്തും ഒക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഉസാറായി വാദം കെട്ട് പള്ളിയിൽ റമദാൻ മാസമൊക്കെ ആകുമ്പോ കുറെ സമൂസായും കുറെ കഞ്ഞിയും കുറെ തേങ്ങായും ഒക്കെ ഇറക്കി കൊടുക്കും. സ്വന്തം കുടുംബത്തിൽ പാവപ്പെട്ടവൻ പട്ടിണി കിടന്നിട്ട് വർഷങ്ങളായി അവന്റെ പരിസരത്ത് പോലും തിരിഞ്ഞു നോക്കാത്ത സമ്പന്നവർഗം പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. ആ പള്ളിയിൽ കൊടുക്കുന്ന നിന്റെ അരിയും വേണ്ട, നിന്റെ ഗോതമ്പ് വേണ്ട, നിന്റെ ജീരക കഞ്ഞിയും വേണ്ട, നിന്റെ ജീരക കഷായം അല്ലാഹുക്ക് വേണ്ട. നീ കൊടുക്കേണ്ടത് നിന്റെ രക്തബന്ധത്തിൽപ്പെട്ട പാവപ്പെട്ടവനാണ് കൊടുക്കേണ്ടത്. അതാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് ബഹുമാനപ്പെട്ട അബൂ ദർദ റളിയല്ലാഹു തആലയോട് അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് വബദ ബിമൻ തഊൽ വബദ ബിമൻ തഊൽ നീ സമ്പത്ത് കൊടുക്കുമ്പോ നിന്റെ രക്തബന്ധുക്കളിൽ നിന്ന് നീ തുടങ്ങണേ, രക്തബന്ധുക്കളെ കൊണ്ട് തുടക്കം കുറിക്കണേ. കൊടുക്കുന്ന കൈ ഉയർന്നു പോകും, കൊടുക്കാത്ത കൈ താഴ്ന്നു പോകും. കൊടുത്തു കഴിഞ്ഞാൽ അത് ഉയർന്നുകൊണ്ടേയിരിക്കും, കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചു വെക്കുന്ന കൈ അത് ഇടിഞ്ഞു താഴേക്ക് പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കണം. മൻ ഖതഅ ഖാരിബഹു വഫാ വഹജറഹും ولم يحسن إليهم ويصرف صدقته إلى غيرهم لم يقبل الله صرفا ولا عدلا كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. നിങ്ങളുടെ രക്തബന്ധുക്കളായ നിങ്ങളുടെ കുടുംബക്കാർക്ക് എത്രയോ പേർക്ക് സക്കാത്തും സദഖയും അവകാശമുണ്ടായിട്ട് അവർക്ക് നിങ്ങൾ കൊടുക്കാതെ വയുസ്രിഫു സദഖതഹു ഇലാ ഗൈരിഹിം, നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് മറ്റു മഹല്ലുകളിലാണ്, മറ്റു നാടുകളിലാണ്, മറ്റു വ്യക്തികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ലം യഖ്ബലില്ലാഹു സർഫൻ വലാ അദ്ലാ, നിങ്ങളിൽ നിന്ന് ഒരു തരിമ്പ് പോലും, ഒരു സുന്നത്ത് പോലും, ഒരു ഫർള് പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടത്? വബദാ ബിമൻ തഊൽ, നിന്റെ കുടുംബക്കാർക്ക്, നിന്റെ രക്തബന്ധുക്കൾക്ക് നീ കൊടുക്കാൻ തുടങ്ങണേ. ആദ്യം കൊടുക്കേണ്ടത് അവർക്കാണ്, ആദ്യം കൊടുക്കേണ്ടത് അവർക്കാണ്. അവർക്ക് കൊടുക്കാതെ പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് നിന്റെ കൊച്ചാപ്പാട, ഇളയാപ്പാട മക്കൾ, മൂത്താപ്പാട മക്കൾ, നിന്റെ കാരണവരുടെ മക്കൾ, നിന്റെ ജ്യേഷ്ഠ അനുജന്റെ മക്കൾ, നിന്റെ പെങ്ങടെ മക്കൾ, കുട്ടികൾ, സാധുക്കൾ, പാവപ്പെട്ടവർ, അവർക്ക് കൊടുക്കാദ്യം. അവർക്കൊരു വീട് വെച്ച് കൊടുക്ക്, അവർക്കൊരു പുരകെട്ടി കൊടുക്ക്, അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ കൊടുക്ക്. അതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ആ സക്കാത്ത് എവിടെ വരും? ഖബറിൽ. വസ്സകാത്തു അൻ യസാരിഹി, അവന്റെ സക്കാത്ത് ആ ഖബറിൽ ഇടത് ഭാഗത്ത് വന്ന് നിൽക്കുമത്രേ. ഇവിടെ വലിയ 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീടൊക്കെ വെച്ച്, ലിഫ്റ്റും വെച്ച്, സ്വിമ്മിംഗ് പൂളും വെച്ച് എല്ലാരും കൂടെ അടിച്ചു പൊളിക്കും. ഈ ഖബർ എന്ന പൂളിൽ പോയി കിടക്കുമ്പോ ആ പൂളിൽ വരാൻ ആരാ ഉള്ളത്? ആ പൂളിൽ വരുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ ഹദീസ് ഓതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇടത് സൈഡിൽ സക്കാത്ത് വന്ന് നിൽക്കും. വഫഅലുൽ ഖൈറാത്തി മിനൽ ഇഹ്സാനി വസ്സിലതി വൽ മഅറൂഫി ലന്നാസ് ഇൻദ റിജ്ലൈ, അവൻ ഈ ദുനിയാവിൽ ചെയ്ത നന്മകളുണ്ടല്ലോ, അവൻ ഈ ദുനിയാവിൽ ചെയ്ത ഉപകാരങ്ങളുണ്ടല്ലോ, അവൻ ഈ ദുനിയാവിൽ ചേർത്ത കുടുംബ ബന്ധങ്ങളുണ്ടല്ലോ, അകന്നുപോയ അടർന്നുപോയ രക്തബന്ധുക്കളെ അവൻ അടുപ്പിച്ചിട്ടുണ്ടോ? ആ മുഴുവൻ നന്മകളും ആറടി മണ്ണിൽ ഖബറിലേക്ക് മയ്യത്ത് വെക്കപ്പെടുമ്പോ അവന്റെ കാലിന്റെ ഭാഗത്ത് ഈ നന്മകളെല്ലാം വന്ന് നിൽക്കുമത്രേ. അപ്പോൾ നമസ്കാരക്കാരനാണെങ്കിൽ ആ മണ്ണറയിൽ നമസ്കാരം അവന്റെ തലയ്ക്ക് മീതെ, നോമ്പെടുത്തവനാണെങ്കിൽ നോമ്പ് അവന്റെ വലതുഭാഗത്ത്, സക്കാത്തോ സദഖകളോ കൊടുത്തവനാണെങ്കിൽ അതവന്റെ ഇടതുഭാഗത്ത്. കുടുംബബന്ധം ചേർത്തവനാണ്, നാടിന്റെ മക്കൾക്ക് നന്മ ചെയ്തവനാണ്, ഉപകാരം ചെയ്തവനാണ്, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റിയവനാണ്, വിധവകളുടെ കണ്ണുനീരൊപ്പിയവനാണ്, രോഗികളെ സഹായിച്ചവനാണ്. ഈ നന്മകൾ മുഴുവനും ആ ഖബറിൽ അവന്റെ കാലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ ഗുണങ്ങളാണ്. മണ്ണറയിലെ വെറുതെ ഒന്നുമല്ല നിസ്കരിക്കുന്ന കേട്ടോ. അപ്പൊ മനസ്സിലായോ നിസ്കരിക്കുന്ന വെറുതെ ആണോ? 2,000 റുപ്യ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നു ചോദിക്കുമ്പോ പിശുക്കി പിടിക്കല്. അത് അവിടെ വരും, ഖബറിൽ ഇടത് സൈഡിൽ വരും, അവിടെ വന്ന് നിൽക്കും. 2,000 ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2,000 മൊത്തം ഇങ്ങനെ നിറഞ്ഞു വന്ന് നിൽക്കും, ഭയങ്കര മല പോലെ നിൽക്കും. ഇടത് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ വേറെ ആരും കാണൂല. നിസ്കാരം ഉണ്ടോ? മുകളിൽ നിൽക്കും, മൊത്തം തണലായിട്ട് നിൽക്കും. നിസ്കാരം മൊത്തം തണലായിട്ട് നിൽക്കും. നൂറുൻ വബുർഹാൻ,
അത് പ്രകാശമാണ്, ഒരു ആധാരമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും. നമ്മുടെ ആധാറാണ്, നമ്മുടെ ആധാർ. ആധാർ ഇല്ലാതെ ഫോൺ കിട്ടൂല, ആധാർ ഇല്ലാതെ മണ്ണെണ്ണ കിട്ടൂല, ആധാർ ഇല്ലാതെ പാസ്പോർട്ട് കിട്ടൂല, ആധാർ ഇല്ലാതെ അക്കൗണ്ട് കിട്ടൂല, ആധാർ ഇല്ലാതെ പാൻ കാർഡ് ഇല്ല. നമ്മുടെ ആധാർ ഏതാ? അസ്വലാ. അത് നമ്മുടെ ആധാറാണ്. ബുർഹാൻ, അതിന്റെ അർത്ഥം ആധാർ. ആ ആധാർ ഇല്ലാതെ ഖബറിലേക്ക് പോകാൻ പറ്റൂല. ഖബറിലേക്ക് പോകുമ്പോ അള്ളാഹ് ചോദിക്കും, മലക്കുകൾ ചോദിക്കും, നിന്റെ ആധാർ എവിടെ? നിന്റെ ആധാർ എവിടെ? മാഫി ആധാർ. യാ അല്ലാഹ്, യാ ആധാർ എടുത്തില്ല അല്ലാഹ്, യാ ആധാർ എടുത്തില്ല അല്ലാഹ്. ആ ആധാറിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും വിളിക്കുന്ന പള്ളിയിൽ. നിങ്ങൾ ആധാർ എടുക്കാത്തവർക്ക് എടുക്കണം, സമയം തീരാറായി, സമയം തീരാറായി, 31-ാം തീയതി സമയം തീരും. നിന്റെ സമയം തീരുന്നതിന് മുമ്പ് നീ ആധാർ എടുക്കണോ, ആധാർ എടുക്കണോ, ആധാർ എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ വിളിക്കുന്നത് കേട്ടില്ലേ? പക്ഷെ എന്നിട്ട് നമ്മൾ ആധാർ എടുത്തോ? എടുത്തിട്ടില്ല. പോയില്ലേ സംഭവം? എന്താ തെളിവ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ആധാർ എടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ദിവസവും 5 പ്രാവശ്യം വിളിച്ചു പറയുമ്പോ ആധാർ എടുക്കാതെ കേവലം ചെവിക്കൊള്ളാതെ നടക്കുന്ന യുവത്വമേ, യുവതികളെ, ഒരിക്കൽ നിങ്ങളുടെ കണ്ണടഞ്ഞു പോകും, ശ്വാസം നിലച്ചു പോകും, കൈകാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും, അനങ്ങാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, കണ്ണു തുറക്കാൻ കഴിയില്ല, നാവ് ചലിപ്പിക്കാൻ കഴിയില്ല. അങ്ങോട്ട് തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, മറിച്ചിട്ടാൽ കമഴ്ന്നു കിടക്കും, മലർത്തിയിട്ടാലും മലർന്നു കിടക്കും. ആര് വന്നെടുത്താലും തള്ളിയാലും കുത്തിയാലും ഒരു അനക്കവുമില്ല, പ്രതികരണവുമില്ല. അങ്ങനെ ഒരു ദിവസം വരുന്ന മരണമെന്ന് പറയുന്ന ആ മഹാമുസീബത്ത്, സംഭവം നിന്നെ കൊണ്ട് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്, എവിടെ നിന്റെ ആധാർ, എവിടെ നിന്റെ തെളിവെവിടെ? നീ മുസ്ലിമാണെന്നുള്ളതിന്റെ തെളിവെവിടെ? ഒന്ന് തരുവോ? എന്തെയും തെളിവ്? മുസ്ലിങ്ങളുടെ തെളിവ് എന്താ? എന്താ തെളിവ്? ഫാൻഡിന്റെ സിബ് അഴിച്ചു കൊടുക്കും, ഞാൻ മാർക്കം ചെയ്ത് അള്ളാഹു ഞാൻ മുസ്ലിമാന്നുള്ളതിന്റെ തെളിവ്. അതാണ് ഇസ്ലാമിന്റെ തെളിവ്. മാർക്കം ചെയ്ത് സുന്നത്ത് കല്യാണം ചെയ്ത് കൊടുത്തെന്നാണ് എന്റെ തെളിവ്. സുന്നത്ത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഉത്തരവാദിത്വം നിസ്കാരം നിലനിർത്തണം എന്നുള്ളതാണ്. നിസ്കാരം നിലനിർത്തണുള്ളതല്ലേ? അതാണ് അല്ലാഹു തആല പ്രത്യേകമായി പറഞ്ഞു. അന്ന് നിന്നോട് പറഞ്ഞിരുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. എത്ര സ്പഷ്ടമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ നിന്റെ മുന്നിൽ ഓതി തന്നത്. എന്താണ് അതിന്റെ അർത്ഥം? എത്ര കച്ചവടമുണ്ടായാലും, എത്ര തിരക്കുണ്ടായാലും, എത്ര ബിസി ഉണ്ടായാലും, എത്ര കണക്ക് തീർക്കാനുണ്ടായിരുന്നാലും, എത്ര കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകൾ ഉണ്ടായിരുന്നാലും, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ വിസ്മരിപ്പിക്കാതിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ വിസ്മരിച്ചു പോയാൽ ഒരിക്കൽ മലക്കുൽ മൗത്ത് നിന്റെ റൂഹിനെ പിടിക്കാൻ വരുമ്പോ അപ്പോൾ നീ വിളിച്ചു പറയും, ഞാൻ സദഖ ചെയ്യാമല്ലാ, സദഖ ചെയ്യാമല്ലാ. വെറുതെ ഞാൻ 100 കോടിയുടെ ആസ്തി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നത് പടച്ചവനെ. ആ കോടിക്കണക്കിന് രൂപ എന്റെ മക്കള് തിന്നു മുടിക്കുമല്ല, എന്റെ കുടുംബക്കാര് തിന്നു മുടിക്കും പടച്ചവനെ. ഈ ഖബറിന്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി സഹായിക്കാൻ ആരുമില്ല അല്ലാഹ്. ലൗലാ അഖറതനീ
ഇലാ അജലിൻ ഖരീബ്. ഒരു തുച്ഛമായ സമയം മാത്രം നീ എനിക്ക് നൽകിയാൽ ഫസദ്ദഖാ, എന്റെ ജാഗ മുഴുവനും ഞാൻ എഴുതി നിനക്ക് നൽകാൻ പടച്ചവനെ. വകും മിനസ് സാലിഹീൻ, സുഹൃതവാന്മാരിൽ ഞാൻ പെട്ടുകൊള്ളാം നാഥാ. ഒരശ്ലീലങ്ങളോ ഒരു ദുഷിച്ച സ്വഭാവത്തിനോ കൂട്ടുനിൽക്കില്ല പടച്ചവനെ. ലാസ്റ്റ് സമയം എവിടെ എവിടെ മറുപടി? ചാവാറാവുന്ന സമയത്ത് കറുകറവിളിക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ കൊണ്ട് ICUയിൽ കയറ്റിയിട്ട് മറ്റേ മൂക്കിലും വെച്ച് തൊള്ളയിലും വെച്ച് വയറ്റിലും വെച്ച് മിഷ്യനിനകത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മിഷ്യൻ ബാഹ്യ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ആന്തരികമായിട്ട് മലക്കുകളുമായിട്ട് ഇവന്റെ സംഘടനമാണ് ഈ ആയത്തിന്റെ അർത്ഥം. മലക്കുകളുമായി ഇവന്റെ സംഘടനമാണ്. അവൻ ഗർഗറ വിളിക്കുകയാണ്, കോടിക്കണക്കിന് ആസ്തിയുണ്ട് പടച്ചവന്. അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിശുക്കനായിരുന്നു, ലുബ്ധനായിരുന്നു, കൊടുത്തിരുന്നില്ല. ഇപ്പോഴാണ് ഈ മലക്കുകളുടെ രൂപം കണ്ടപ്പോ, ആഹാരം കണ്ടപ്പോ, ഖബർ കണ്ടപ്പോ എനിക്കിപ്പോ മനസ്സിലാവുന്നു കൊടുത്താൽ കൊള്ളാമെന്ന്. യാ അല്ലാഹ് പ്ലീസ് പടച്ചവന്, ഞാൻ എന്റെ മുഴുവൻ സമ്പത്തും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ എഴുതി തള്ളാം അല്ലാഹ് പ്ലീസ്, യാ അല്ലാഹ് പ്ലീസ്. لا يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. സമയമെത്തിയോ അജലെത്തിയോ ഒരൽപ്പം പോലും അല്ലാഹു മുന്തിക്കുകയില്ല, പിന്തിക്കുകയില്ല. അല്ലാഹു ഭൗതികമായ ലോകത്ത് നിനക്ക് തന്ന സമയം മുഴുവനും നീ റബ്ബിന് വേണ്ടി മാറ്റിവെക്കണേ. അങ്ങനെ വെച്ചാൽ ആ ഖബറിൽ നിനക്ക് ഒരു തണലും ഒരു സമാധാനവും ഒരു സന്തോഷവുമായി ഈ നന്മകൾ ഓടിയെത്തുമത്രേ. അതുകൊണ്ടാണ് ഫൈൻ കാന മുഅ്മിന, ഒരു സാലിഹായ മനുഷ്യനാണ് മരിച്ചു ഖബറിൽ പോയതെങ്കിൽ കാനത്തി സ്വലാത്തു ഫൗഖ റഅസിഹി, അവന്റെ നമസ്കാരം അവന്റെ തലയ്ക്ക് മീതെ വന്നു നിൽക്കുമത്രേ. ഫയൂതൽ മലക്കു അൻ റഅസിഹി, അവന്റെ തലയുടെ ഭാഗത്തുകൂടി മാലാഖമാര് കടന്നു വരികയാണ്. ഫതഖൂലു സലാ, മലക്കുകളെ ദണ്ഡുമായി ഈ മനുഷ്യനെ ചോദിക്കാൻ വേണ്ടി വരുമ്പോ ഫതഖൂലു സലാ, നമസ്കാരം പറയുകയാ. മാ ഖിബലി മദ്ഖൽ, മാ ഖിബലി മദ്ഖൽ, ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. സമരം സമരം ഇവിടെ മാത്രമല്ല, വയൽക്കളി സമരം. ഇതിലെ കൂടെ ബൈപ്പാസ് പാടില്ല, റോഡ് പാടില്ല, ഇവിടെ സമരം ഉണ്ടാക്കാം. എൻഡോസൾഫാനെതിരെ സമരം ഉണ്ടാക്കാം. നമുക്കിവിടെ പല പല പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് സമരം ഉണ്ടാക്കാം. പക്ഷേ ആ സമരമെല്ലാം ഭൗതികമായ ലോകത്താണ്. എന്നാൽ നമുക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്ക് വേണ്ടി ഖബറിൽ സമരം ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, കുറെ നന്മകളുണ്ട് നമ്മെ സംരക്ഷിക്കാൻ. അതാണല്ലോ ഈ സമരം എന്ന് പറയുന്നതാണല്ലോ. എൻഡോസൾഫാനിൽ ഇരയായവരെ സഹായിക്കണം, അവരെ സഹായിക്കാനാണ് ഈ സമരം. വയലുകളെ നികത്താൻ പാടില്ല, അതാണ് വയൽക്കളി സമരം. അങ്ങനെ ഓരോരോ സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുത്തുന്നുണ്ട്. കാരണം എന്താണ്? അവരെ സംരക്ഷിക്കാനാണ്, ആ വയലിനെ സംരക്ഷിക്കാൻ, ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ. അതേപോലെ ഒരു മയ്യത്തിനെ സംരക്ഷിക്കാൻ, ഒരു മയ്യത്തിനെ സഹായിക്കാൻ എന്താണ് പരിഹാരം? അതാണ് ഈ പറയുന്നത്. ഖബറിൽ, മണ്ണറയിൽ ഒരു മയ്യത്തിനെ സംരക്ഷിക്കാനുള്ള പരിഹാരം ഒന്ന് അവന്റെ നമസ്കാരമാണ്. കാനത്തി സ്വലാ ഫൗഖ റഅസിഹി, അവന്റെ മുകളിൽ നമസ്കാരം നിൽക്കുന്നു. മലക്കുകൾ ചോദിക്കാൻ വേണ്ടി വരുന്നു, അവന്റെ മുകളിലൂടെ തലയുടെ ഭാഗത്തുകൂടി വരുന്നു. ഫയൂതൽ മലകു, അവന്റെ വലതും അവന്റെ തലയുടെ ഭാഗത്തൂടെ മലക്ക് വരുന്നു. അപ്പോൾ ഫതഖൂലു സ്വലാ, നമസ്കാരം പറയും. മാ ഖിബലി മദ്ഖൽ, ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ ഖബറിലേക്ക് പ്രവേശനമില്ല, ഞങ്ങൾ ഈ സഹോദരനെ ചോദിക്കാൻ അനുവദിക്കുകയില്ല. പ്രവേശനമില്ല, ഇല്ല. പിന്നെ എങ്ങോട്ട് പോകും മലക്കുകൾ? എന്തായാലും ഖബറിലേക്ക് വരണം, ഖബറിൽ ചോദിക്കണം, ഈ വ്യക്തിയെ ചോദിക്കണം.
ഫയൂതൽ മലകു അൻ യമീനിഹി, അവന്റെ വലതുഭാഗത്തുകൂടി മലക്കുകൾ പ്രവേശിക്കുകയാണ്. ഫയഖൂലു സൗം, നോമ്പ് വിളിച്ചു പറയുകയാ, മാ ഖിബലി മദ്ഖൽ, എന്റെ ഭാഗത്തുകൂടി, ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയേ ഇല്ല. നോമ്പ് പിടിക്കുന്നവർ, നോമ്പ് പിടിക്കുക. റജബ് മാസത്തിൽ ഒരുപാട് നോമ്പിന് വിധങ്ങൾ പിടിച്ചിരുന്നു, ഷഅബാനിൽ പിടിച്ചിരുന്നു. റമളാൻ മാസത്തിന് വേണ്ടി തയ്യാറായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നോമ്പെടുത്തിരുന്നു റജബ് മാസത്തിൽ, ഷഅബാൻ മാസത്തിൽ. അപ്പൊ നമ്മൾ നോമ്പെടുക്കണം, തിങ്കളും വ്യാഴവും നോമ്പെടുക്കണം. അയ്യാമുൽ ബീദ് എല്ലാ മാസത്തിന്റെയും 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കണം. അങ്ങനെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? ഈ നോമ്പ് മുഴുവനും ഖബറിന്റെ വലത് ഭാഗത്തിലുണ്ടാകും, ഖബറിന്റെ വലത് ഭാഗത്തിലുണ്ടാകും. എല്ലാവരും പോകട്ടെ, എല്ലാവരും പോകട്ടെ, മാഫി മുഷ്കിൽ, ഒരു പ്രശ്നവുമില്ല. മണ്ണറയിൽ നമുക്ക് സമാധാനം, മണ്ണറയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം. അതാണ് വലത് ഭാഗത്ത്, ഖബറിന്റെ വലത് ഭാഗത്ത് നമ്മുടെ നോമ്പുകൾ ഉണ്ടാകും.